Hi all, welcome to Learn Now. So today we will discuss KEAM 2022 Mathematics question paper. We will discuss Okay. So going to the first question. If the points 1, 0, 0, 0, 3, 0, 0, 0, 2 lie on a plane, then the unit normal vector n cap to the plane is. So നമുക്ക് എന്താ ക്വസ്റ്റ്യൻ എന്താണ് ഇഫ് ഒരു 3 പോയിന്റ്സ് ഇട്ടിട്ടുണ്ട് ആ 3 പോയിന്റ്സ് എവിടെയാണ് ലൈ ചെയ്യുന്നത് ഒരു പ്ലെയിൻ്റെ അകത്ത് ലൈ ചെയ്യുന്ന 3 പോയിന്റ്സ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ നോർമൽ വെക്ടർ കണ്ടുപിടിച്ചിട്ട് ആ നോർമൽ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം സോ അതായിരിക്കും ഇവിടുത്തെ ഓപ്ഷൻസ് ആക്കി കൊടുത്തിരിക്കുന്നത് ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മുടെ യൂണിറ്റ് വെക്ടറിന്റെ നോർമൽ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് കണ്ടുപിടിക്കാം ഓക്കെ സോ നമുക്ക് ആദ്യം ഇപ്പൊ എന്താ തന്നേക്കുന്നത് 3 പോയിന്റ്സ് ആണ് തന്നേക്കുന്നത് ആൻഡ് ദേ വിൽ ലൈ ഓൺ ദീസ് പോയിന്റ്സ് ലൈ ഓൺ എ പ്ലെയിൻ ഒരു പ്ലെയിനിന്റെ അകത്താണ് ദീസ് പോയിന്റ്സ് ലൈ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് സോ വാട്ട് ആർ ദ പോയിന്റ്സ് 100 020 ആൻഡ് 003 നമുക്ക് ഈ പോയിന്റ്സ് കാണുമ്പോഴേ ഈ പോയിന്റ്സിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത ദേ ആർ ദ ഇന്റർസെപ്റ്റ്സ് ഓഫ് ദ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് 100 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റും 030 എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റും 002 എന്ന് പറയുന്നത് ഇസഡ് കോർഡിനേറ്റും ആണ് ഇനി കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർസെപ്റ്റ്സും ആണ് എനിക്ക് കോർഡിനേറ്റ്സ് ആയിപ്പോയി തോന്നുന്നു 100 എന്ന് പറയുന്നത് എക്സ് ഇന്റർസെപ്റ്റും 030 എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റും 002 എന്ന് പറയുന്നത് ഇസഡ് ഇന്റർസെപ്റ്റും ആണ് സോ ഇനി എന്താണ് ഇന്റർസെപ്റ്റ്സ് ഫസ്റ്റ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോർഡിനേറ്റിൽ മാത്രമേ വാല്യൂ ഉള്ളൂ വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റിന്റെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും ദാറ്റ് ഈസ് ഹിയർ എങ്ങനെയാ 100 വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എക്സ് ഇന്റർസെപ്റ്റ് നെക്സ്റ്റ് പോയിന്റ് 030 എന്ന് പറയുമ്പോൾ എന്തത് വൈ ഇന്റർസെപ്റ്റ് ബിക്കോസ് എക്സ് കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും 0 ആണ് വൈ കോർഡിനേറ്റിന് മാത്രമേ എന്തുള്ളൂ വാല്യൂ ഉള്ളൂ നെക്സ്റ്റ് 002 എന്ന് പറയുമ്പോൾ എന്താണ് ഇസഡ് ഇന്റർസെപ്റ്റ് ആണ് ബിക്കോസ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആണ് ഇസഡിന് മാത്രമേ എന്തുള്ളൂ വാല്യൂ ഉള്ളൂ സോ നമുക്ക് ഇന്റർസെപ്റ്റിൽ നിന്ന് ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും so that is x by a plus y by b plus z by c equal to 1 this is the equation so ഈ ഇക്വേഷനിൽ നിന്ന് എയും ബിയും സി എന്ന് പറയുന്നത് ഈ ഇന്റർസെപ്റ്റ്സ് ആയിരിക്കും എ എന്ന് പറയുന്നത് എക്സ് ഇന്റർസെപ്റ്റ് ബി എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റ് സി എന്ന് പറയുന്നത് ഇസഡ് ഇന്റർസെപ്റ്റ് ആയിരിക്കും സോ എയുടെ വാല്യൂ എത്രയായിരിക്കും 1 ബിന്റെ വാല്യൂ വിൽ ബി 3 ആൻഡ് സിന്റെ വാല്യൂ വിൽ ബി 2 സോ ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ പ്ലെയിൻ എന്ന് പറയുമ്പോൾ അപ്പൊ എങ്ങനെ വരും എക്സ് ബൈ 1 പ്ലസ് വൈ ബൈ 3 പ്ലസ് സെഡ് ബൈ 2 ഈക്വൽ ടു 1 സോ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി നമുക്കെന്ന് പറയുന്നത് എന്താണ് ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ആണ് പക്ഷെ നമുക്ക് എന്താ വേണ്ടത് നോർമൽ വെക്ടർ കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം സോ നമുക്ക് ഈ ഇവിടെ നിന്ന് ഇതിന്റെ LCM ഒന്ന് കണ്ടുപിടിച്ചാൽ LCM വിൽ ബി 1 ഉം 3 ഉം 2 ആയതുകൊണ്ട് LCM വിൽ ബി 6 അപ്പോൾ എങ്ങനെ വരും 6x പ്ലസ് 2y പ്ലസ് 3z ബൈ 6 ഈക്വൽ ടു 1 എന്ന് വരും സോ LCM കിട്ടി ഇനി ഇതിനെ ക്രോസ് ചെയ്തു അപ്പൊ എന്ത് കിട്ടും 6x പ്ലസ് 2y പ്ലസ് 3z ഈക്വൽ ടു 6 എന്ന് കിട്ടി സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ നമ്മൾ പ്ലെയിനിന്റെ ഇക്വേഷൻ കിട്ടി സോ ദ നോർമൽ വെക്ടർ വെക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും 6i പ്ലസ് 2j പ്ലസ് 3k എന്ന് എഴുതാൻ പറ്റും സോ ദിസ് ഈസ് ദ നോർമൽ വെക്ടർ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് ഈ നോർമൽ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ വേണം കണ്ടുപിടിക്കാൻ സോ നോർമൽ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് യൂണിറ്റ് വെക്ടർ എങ്ങനെ നമ്മൾ ജനറലി കണ്ടുപിടിക്കുന്നത് എ വെക്ടർ ഡിവൈഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് സോ ദ വെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ n വെക്ടർ ദാറ്റ് ഈസ് 6i പ്ലസ് 2j പ്ലസ് 3k ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക റൂട്ട് ഓഫ് എങ്ങനെ എഴുതാം 6 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് 6i പ്ലസ് 2j പ്ലസ് 3k divided by root of 6 square 36 2 square 4 and 3 square is 9 so 6i plus 2j plus 3k divided by root of 36 plus 4 40 plus 9 49 that is root of 49 6i plus 2j plus 3k divided by root of 49 so root of 49 will be 7 so answer എന്താണ് 1 by 7 into 6i plus 2j plus 3k so ഇതിനകത്ത് ഓപ്ഷൻ നോക്കുമ്പോൾ 1 by 7 into 6i plus 2j plus 3k ഓപ്ഷൻ E ആണ് ആൻസർ സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് എന്താ ചെയ്തത് പോയിന്റ്സ് ഉണ്ട് ആ പോയിന്റ്സ് യൂസ് ചെയ്ത് പ്ലെയിൻ ഫോം ചെയ്യുന്നു പറഞ്ഞു ആ പ്ലെയിനിന്റെ നോർമൽ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിന്റെ വാല്യൂ വേണം കണ്ടുപിടിക്കാൻ
സോ ആ തന്നിരിക്കുന്ന പോയിന്റ്സ് ഇന്റർസെപ്റ്റ് ആണെന്ന് മനസ്സിലായി. സോ ഇന്റർസെപ്റ്റ് ഫോം ഇക്വേഷൻ എഴുതി പ്ലെയിനുണ്ട്, അതിൽ നിന്ന് ഇക്വേഷൻ കിട്ടി, ആ ഇക്വേഷനിൽ നിന്ന് നോർമൽ വെക്ടർ എഴുതി, നോർമൽ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു. ഓക്കെ, go on to the next question. The equation of the plane through the point 1 minus 5 3 and having a normal vector n vector is equal to 2y minus 2j minus k is. So equation of the plane through the point 1 minus 5 3. സോ ഇക്വേഷൻ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, നമ്മുടെ പ്ലെയിനിന്റെ ഇക്വേഷനിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് ആൻഡ് അതിന് നോർമൽ വെക്ടറും തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ. ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആ പ്ലെയിനിൽ കൂടെ ഉള്ള പോയിന്റും ആ പ്ലെയിനിന്റെ നോർമൽ വെക്ടറും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാ കണ്ടുപിടിക്കാൻ നോക്കാം. സോ അതിനൊരു ഫോർമുല ഉണ്ട്. ഇഫ് നമുക്ക് പോയിന്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. a into x minus x1 plus b into y minus y1 plus z into z minus z1. ഇവിടെ x1 y1 z1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പോയിന്റ്സ് ആയിരിക്കും. ആൻഡ് ഈ എ ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നേക്കുന്ന നോർമൽ വെക്ടർ ഇല്ലേ, ആ നോർമൽ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന നോർമൽ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? 2y minus 2j minus k. ഇതിൻ്റെ അകത്തുള്ള ഡയറക്ഷൻ റേഷ്യോസ്, ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് എന്താണ്? 2, ബി എന്ന് പറയുന്നത് -2 ആൻഡ് സി എന്ന് പറയുന്നത് -1. സോ ദിസ് ആർ ദ എ ബി ആൻഡ് സി. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പോയിന്റ് തന്നിട്ടുണ്ട്, പ്ലെയിനിലേക്കുള്ള പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ. സോ ആ പ്ലെയിനിന്റെ പോയിന്റിൽ നിന്ന് നമുക്ക് x1 y1 z1 കിട്ടും. ദാറ്റ് ഈസ് x1 is 1, y1 is -5 ആൻഡ് z1 is 3. സോ ഇത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into x minus 1 minus 2 into y minus -5 plus 1 into z minus 3 equal to 0 എന്ന് കിട്ടും. ഇനി ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 into x minus 1 minus 2 into y plus 5 ആവും, പ്ലസ് -1 into z minus 3 equal to 0 എന്ന് കിട്ടും. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2x minus 2 minus 2y minus 10 minus z plus 3 equal to 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2x, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയ 2x minus 2y minus z equal to, പിന്നെ ഇനി എന്താ ഉള്ളത്? ഇത് രണ്ടും കൂടെ -12 plus 3 that is -9 equal to 0. ദാറ്റ് ഈസ് 2x minus 2y minus z equal to 9 എന്ന് കിട്ടി. ഇത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. 2x minus 2y minus z equal to 9. Okay, going to the third question. If theta is the angle between the line x by 1 equal to y plus 1 by 2 equal to z minus 1 by 3 and x plus 1 by 3 equal to y by 2 equal to z by 1, then the cos theta is. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് കോസ് തീറ്റ വേണം കണ്ടുപിടിക്കാൻ. സോ നമുക്ക് ഈ രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അവരുടെ തമ്മിലുള്ള ആംഗിളും തന്നിട്ടുണ്ട്. തീറ്റയാണ് ആംഗിൾ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ പഠിച്ചേക്കുന്ന ഫോർമുല വെച്ചിട്ട് റൈറ്റ് ഫോർമുല ആണോ? നമ്മൾ നോർമലി എങ്ങനെ എഴുതുന്നത്? x minus x1 by a equal to y minus y1 by b equal to z minus z1 by c. ഇതാണ് ജനറൽ ഫോം ഓഫ് ദി ഇക്വേഷൻ. സോ നമുക്ക് തന്നേക്കുന്നത് ഈ ഇക്വേഷൻസ് ആ ജനറൽ ഫോമിലാണോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ജനറൽ ഫോമിലേക്ക് ആക്കണം. സോ എക്സ് ബൈ 1 ആണ് ആദ്യം കിടക്കുന്നത്. എക്സ് ബൈ 1 എന്ന് പറയുമ്പോൾ ഇവിടെ x1 ഒന്നും ഇല്ല. സോ നമ്മൾ അത് 0 എന്ന് റീപ്ലേസ് ചെയ്തു. സോ ആ ഒരു പെർഫെക്റ്റ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടി സോ എക്സ് മൈനസ് 0 by 1 equal to y minus y plus 1 ആണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. സോ y plus -1 by 2 എന്ന് വരും is equal to z minus 1 by 3. ഓക്കെ, ആൻഡ് ഇനി അതുപോലെ തന്നെ മറ്റേ ഇക്വേഷനും ഈ ഇക്വേഷനും നോക്കാം. അപ്പോൾ എക്സ് മൈനസ് -1 ഈ ഫോമിലേക്ക് ആക്കുകയാണ്. എക്സ് മൈനസ് -1 by 3 ഈക്വൽ ടു y പ്ലസ് 0 ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ആക്കി. അതുപോലെ ഇസഡിലും ഒന്നുമില്ല, അതുകൊണ്ട് അവിടെയും 0 ആക്കി. സോ ഇതാണ് നമ്മൾ നോക്കേണ്ട ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ലെറ്റ് ദ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് ദ ടു ലൈൻസ് ആർ. ഈ ടു ലൈൻസിന്റെ ഡയറക്ഷൻ റേഷ്യോസ് A1 B1 C1 ഉം A2 B2 C2 ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. Then the angle between the lines are
cos phi is equal to a1 a2 plus b1 b2 plus c1 c2 divided by root of a1 square plus b1 square plus c1 square into a2 square root of a2 square plus b2 square plus c2 square. സോ ഈ A1 A2 ഇതെന്താ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ട് ലൈൻസിന്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് A1. ഫസ്റ്റ് ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് A1 B1 C1 ആൻഡ് സെക്കൻഡ് ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് A2 B2 C2. അങ്ങനെയാണ് കോസ് ഫൈന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് ഫൈ ഇസ് ഈക്വൽ ടു A1 A2 എന്ന് പറയുമ്പോൾ A1 A2 1 into 3. നെക്സ്റ്റ് B1 B2 എന്ന് പറയുമ്പോൾ 2 into 2. ഇനി C1 C2 എന്ന് പറയുമ്പോൾ 3/3 into 1. സോ 1 into 3 plus 2 into 2 plus 3 into 1 divided by root of 1 square plus 2 square plus 3 square into root of 3 square plus 2 square plus 1 square. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 1 into 3 plus 2 into 2 plus 3 into 1 will be 3 plus 4 plus 3 into root of divided by root of 3 square 9 plus 4 13 plus 1 14 into ഇപ്പുറത്തും സെയിം തന്നെ 3 square 9 plus 4 13 plus 1 14. So root of 14 ഇവിടെയും വരും. That is 4 plus 3 plus 3 10 divided by 14 into root 14 will be 14. So ഇത് രണ്ട് നമുക്ക് 2 ന്റെ ടേബിൾ ക്യാറ്റ് ചെയ്യാം. So 5/7. So the answer is option D. സോ ഇത് എന്താണ്, നമുക്ക് തീറ്റ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്തത് നമുക്ക് എന്താണ് ലൈൻസ് തന്നിട്ടുണ്ട്. ആ ലൈൻസ് രണ്ട് ലൈൻസ് അതുള്ള ആംഗിൾ തീറ്റ എന്നുണ്ടെങ്കിൽ കോസ് ഫൈ എത്രയാണ് കണ്ടുപിടിക്കണം. സോ കോസ് തീറ്റ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഡയറക്ഷൻ കോസൈൻസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ആദ്യം നമ്മൾ ഇതിനെ കറക്റ്റ് ഫോർമാറ്റിലാക്കി, ആ ഫോർമാറ്റിലാക്കാൻ മറക്കരുത്. അങ്ങനെ മാറ്റില്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ കറക്റ്റ് ആവില്ല. കറക്റ്റ് ഫോർമാറ്റിലാക്കിയിട്ട് അതിന്റെ ഡയറക്ഷൻ കോസൈൻസ് എടുക്കുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ A1 A2 plus B1 B2 plus C1 C2 divided by root of A1 square A2 square plus A1 square plus B1 square plus C1 square into root of A2 square plus B2 square plus C2 square. Next question. The distance from the point 2 2 2 to the plane 2x minus 5 plus 3 is equal to 5 is equal to. Okay, നമുക്ക് രണ്ട് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, പ്ലെയിനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഈ പോയിന്റും ഈ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, വൺ ഈസ് എ പോയിന്റ് ആൻഡ് വൺ ഈസ് എ പ്ലെയിൻ. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സോ നമ്മൾ ആക്ച്വലി നമ്മൾ 2D ദാറ്റ് ഈസ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസിനകത്ത് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഇതുപോലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. We know distance from a point to that of a line. നമുക്ക് ലൈനിനും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ്സ് എ മോഡുലസ് ഓഫ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് ax0 plus by0 plus c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അതിൻ്റെ അകത്ത് ax plus by plus c ഈക്വൽ ടു നമ്മുടെ 2D ആണ്. 2D ആകുമ്പോഴത്തേനും സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷനാണ്. ax plus by plus c is equal to 0 ആണ് ലൈനിന്റെ ഇക്വേഷനും. ആൻഡ് x0 y0 ആയിരിക്കും എന്താ ആ പോയിന്റിലെ ഡിസ്റ്റൻസും. ഓക്കെ, നമുക്ക് ഇതിനെ യൂസ് ചെയ്ത് നമുക്ക് 3Dയിലേക്കുള്ള ഇക്വേഷൻ നമുക്ക് തന്നെ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മുടെ 3Dയിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ ഇരിക്കുന്നത്? ഇവിടെ നമുക്ക് ax പ്ലസ് by പ്ലസ് z കാണില്ല അല്ലെ, പക്ഷെ നമുക്ക് എന്താണ് 3Dയിൽ എന്താണ് z ഉണ്ട്. ദാറ്റ് ഈസ് ax പ്ലസ് by പ്ലസ് cz പ്ലസ് d ഈക്വൽ ടു കോൺസ്റ്റന്റ് ഈക്വൽ ടു 0. ആ സ്ഥാനത്ത് ഇവിടെ എന്താ നടക്കുന്നത്? ആ ഇക്വേഷൻ ഇവിടെ എന്താ നടക്കുന്നത്? 2x മൈനസ് y പ്ലസ് 3z മൈനസ് 5 ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർമുല എങ്ങനെ വരും? ഇതിനെ റീപ്ലേസ് ചെയ്ത് വരുമ്പോൾ ax നമ്മളിവിടെ 1 എന്ന് കൊടുക്കുന്നേ ഉള്ളൂ, 0 കൊടുത്താലും കുഴപ്പമില്ല. ax1 പ്ലസ് by1 പ്ലസ് z1 ആഡ് ചെയ്യാൻ മറക്കരുത്, പ്ലസ് d ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ. രണ്ടും നമ്മളുടെ ഇക്വേഷൻ ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് സ്ട്രേറ്റ് ലൈനിന്റെ നമ്മുടെ 2Dക്കകത്താണെങ്കിൽ എന്തില്ല, z കോർഡിനേറ്റ് ഇല്ല. അപ്പൊ നമ്മൾ x കോർഡിനേറ്റും y കോർഡിനേറ്റും കൺസിഡർ ചെയ്താൽ മതി. പക്ഷെ പ്ലെയിനകത്ത് വരുമ്പോൾ ഇസഡ് കോർഡിനേറ്റും ഉണ്ട്, അപ്പൊ അതുകൂടി കൺസിഡർ ചെയ്യണം. അത്രയേ ഉള്ളൂ ഇക്വേഷനിൽ വരുന്ന ഡിഫറൻസ്. സോ ദിസ് ഈസ് നമ്മളൊരു പ്ലെയിനും ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ഫോർമുല കിട്ടിയല്ലേ. സോ എങ്ങനെയാ a ഇൻറ്റു x1 പ്ലസ് ഇവിടെ ഈ x1 y1 z1 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് 2 2 2. സോ a ഇൻറ്റു ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 പ്ലസ് by1 എന്ന് പറയുമ്പോൾ -1 into 2 പ്ലസ്
സി Z1 എന്ന് പറയുമ്പോൾ 3 into 2. ഓക്കെ, മൈനസ് 5 ഇവിടെ വരിക കേട്ടോ. ദാറ്റ് ഇസ് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 2 into 2 minus 1 into 2 plus 3 into 2 minus 5 divided by root of a square plus b square plus c square, that is 2 square minus 1 square plus 3 square. Okay, that is 2 into 2 4 minus 1 into 2 minus 2, 3 into 2 plus 6 minus 5 divided by root of 4 plus 1 plus 9, that is 9 plus 1 10, 10 plus 4 is root of 14, that is 4 minus 2 is 2 plus 6 minus 5 is 1, that is 2 plus 1 is 3, that is 3 by root of 14. So നമുക്ക് 3 by root of 14 ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫോമിൽ ഇല്ല. ഓക്കെ, പക്ഷെ നമുക്ക് മനസ്സിലായി 3 by root 14 എന്ത് ചെയ്യാം, root 14 by root നമ്മൾ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. root 14 വെച്ച് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാന്നുണ്ടെങ്കിൽ 3 root 14 ഡിവൈഡ് ബൈ 14 എന്ന് വരും. അത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ട്, ഓപ്ഷൻ ഡി. സോ നമ്മൾ അങ്ങനെ ഓപ്ഷൻ്റെതായിട്ട് നമ്മൾ ആൻസറിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതി. ഓക്കെ, hope it's clear. So yeah, going to the next question. The angle between the planes x is equal to root 3 and z equal to root 2 is equal to. So നമുക്ക് ആംഗിൾ വേണം കണ്ടുപിടിക്കാൻ. നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസും ഉണ്ട്. ഇതിൽ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഇത്. നമുക്ക് തന്നേക്കുന്നത് എന്താണ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ്, രണ്ട് പ്ലെയിൻസ് വന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 3യും ഇസഡ് ഈക്വൽ ടു റൂട്ട് 2. ഇവർ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 എന്ന് പറയുമ്പോൾ ഏത് കോർഡിനേറ്റാണ് വരുന്നത്, എക്സ് ആക്സിസിലല്ലേ വരിക. അതുപോലെ തന്നെ ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 എന്ന് പറയുമ്പോൾ ഏത് ആക്സിസിലാണ് വരിക, ഇസഡ് ആക്സിസിലാണ് ആ പോയിന്റ് വരിക. നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പോയിന്റ്സ് വരച്ചിട്ട് പോയിന്റ്സ് എക്സ് ഈക്വൽ ടു റൂട്ട് 3 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലും വരും, ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് 2 എന്ന് പറയുമ്പോൾ എവിടെ വരും, ഇസഡ് ആക്സിസിലും വരും. So what is the angle between them? Angle between the x-axis and z-axis will be pi by 2. So simple question ആണ് here. വൺ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് 2 എന്ന് പറയുന്നത് ഇസഡ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം, ഇറ്റ് ഈസ് പൈ ബൈ 2. സോ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സിമ്പിൾ ജസ്റ്റ് നോക്കിയാൽ മതി ഈ ഒരു ഫോമാറ്റ്. ഇനിയിപ്പോൾ വൈ ആണെങ്കിലും വിചാരിക്കുക, ഇവിടെ ഇസഡിന് പകരം വൈ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സിന് പകരം വൈ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എല്ലാം എന്ത് തന്നെയാണ് ആൻസർ വരിക, ഇറ്റ്സ് പൈ ബൈ 2. ഓക്കെ, ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 fair dice are rolled simultaneously. Let A, B, C be the numbers on the top of the dice. Then the probability that minimum of A, B, C equal to 6 is. പറഞ്ഞാൽ 3 fair dice നമ്മൾ എന്ത് ചെയ്തു, ഒരുമിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് റോൾ ചെയ്തു. ആൻഡ് സപ്പോസ് എയും ബിയും സിയും ആണ് നമ്മുടെ ഈ 3 ഡൈസിൻ്റെ അകത്തും ഏറ്റവും ടോപ്പിൽ വന്ന് നമ്പർ എന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് എ ആണ്, സപ്പോസ് എ ആണ് ഫസ്റ്റ് ഡൈസിന്റെ മേളിൽ വന്നത്, ബി ആണ് സെക്കൻഡ് ഡൈസിന്റെ മേളിൽ വന്നത്, ആൻഡ് സി ആണ് തേർഡ് ഡൈസിന്റെ മേളിൽ വന്നത് വിചാരിക്കാം. ഓക്കെ, ദെൻ ദ പ്രോബബിലിറ്റി ദാറ്റ് മിനിമം ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു 6 ഈസ്. അപ്പോൾ ഇത് മൂന്നിൻ്റെ അകത്തും മിനിമം നോക്കുമ്പോൾ, ഈ എയും ബിയും സിയും നോക്കുമ്പോൾ മിനിമം നോക്കുമ്പോൾ ഈ 3 നമ്പേഴ്സ്, എ ക്യാൻ ബി ഏത് നമ്പർ ആയാലും ഈ 3 നമ്പേഴ്സ് എ ബി സി ഏതൊരു നമ്പറാണെന്ന് വിചാരിക്കാം. ആ നമ്പേഴ്സിന്റെ മിനിമം നോക്കുമ്പോൾ 6 വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ ഇഫ് നമുക്ക് ടോട്ടൽ എത്ര ഒക്കറൻസസ് ഉണ്ടെന്ന് അറിയണം. കാരണം നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ലേ, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഒക്കറൻസസ് ഓഫ് ദാറ്റ് ഇവന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫ് 1 ഡൈസ് ഈസ് റോൾ, നമ്മൾ ഒരു ഡൈ ആണ് റോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, അങ്ങനെ 6 ഔട്ട്കം ആണ്. ഇഫ് 2 ഡൈസ് ആണ് നമ്മൾ റോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഔട്ട്കം എന്താണ്, 1 ഒരെണ്ണത്തിൽ ഫസ്റ്റ് ഡൈയിൽ 1 വരാം, സെക്കൻഡ് ഡൈയിൽ 1 വരാം, ഫസ്റ്റ് ഡൈയിൽ 1 വരാം, സെക്കൻഡ് ഡൈയിൽ 2 വരാം, ഫസ്റ്റ് ഡൈയിൽ 1 വരാം, സെക്കൻഡിൽ 3 വരാം, 1 വരാം, 4 വരാം, 1 വരാം, 5 വരാം, 1 വരാം, 6 വരാം. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വണ്ണിൽ 2 വരാം, സോറി ഫസ്റ്റ് വണ്ണിൽ 2 വരാം, സെക്കൻഡിൽ 1 വരാം, ഫസ്റ്റിൽ 2, 2, 2, 3, 2, 4, 2, 5, 2, 6, അങ്ങനെ 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 6-1, 6-2, 6-3, 6-4, 6-5, 6-6 വരെ വരാം. ദാറ്റ് ഈസ് ടോട്ടൽ 36 ഔട്ട്കംസ് ഉണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ഒരു
ഡൈ റോൾ ചെയ്തപ്പം 6:1 ആയിരുന്നു ഔട്ട്കം. ആ (1) അതെന്ന് വെച്ചാൽ എത്ര ഡൈസ് റോൾ ചെയ്തു. അപ്പൊ 2 ഡൈസ് ആയപ്പോ 6:2, 6:n. അവിടെ എന്നു 2 ഡൈസ് അല്ലേ നമ്മൾ റോൾ ചെയ്തത്. അപ്പൊ 6:2 36 വരും. അങ്ങനെയാണെങ്കിൽ 3 റോൾസ് റോൾ ചെയ്യുമ്പോൾ 3 ഡൈസ് റോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട്കം? സ്റ്റാറിൽ ഔട്ട്കം 6:3. ദാറ്റ് ഈസ് 216 ആണ്. സോ ടോട്ടൽ ഈസ് 216. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? ഈ മൂന്ന് ഡൈസിലും വരുമ്പോൾ ABC ആണ് 3 നമ്പേഴ്സ് എന്ന് വിചാരിക്കുക. ഈ ABCയുടെ മിനിമം എടുക്കുമ്പം എത്ര വരണം? 6 വരണം. ദാറ്റ് ഈസ് ഉള്ളൂ. നമുക്ക് ഇന്ന് 3 നമ്പേഴ്സിന്റെ മിനിമം വരണമെന്നെങ്കിൽ ഇപ്പൊ സപ്പോസ് 116 ആണ് വിചാരിക്കുക. അപ്പൊ മിനിമം ഓഫ് ഈ 3 നമ്പേഴ്സ് 6 ആവുമോ? ഇല്ല. ഇനി 2 6 നോക്കിക്കുക, അങ്ങനെയാണല്ലോ മിനിമം വരില്ല. 5 2 6 നോക്കുക, അങ്ങനെയാണല്ലോ മിനിമം 6 ആവില്ല. ആകെ ഒരേ ഒരു പ്രോബിലിറ്റി ഉള്ളൂ മിനിമം വാല്യൂ 6 വരണമെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് 666. സോ ദ ആൻസർ ഇസ് 1/216. So the option A is the right answer. Next question. If A and B are two events such that probability of A is equal to 0.5, probability of B is equal to 0.4, and probability of A intersection B is 0.2, then probability of A given A union B is. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. 2 ഇവന്റ്സ് ആണ് എയും ബിയും. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്? 0.5 ആണ്. പ്രോബിലിറ്റി ഓഫ് ബി ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്? 0.4 ആണ്. രണ്ടിന്റെയും ഇന്റർസെക്ഷന്റെ പ്രോബിലിറ്റി എത്രയാണ്? 0.2 ആണ്. നമുക്ക് കണ്ടുപിടിക്കുന്നത് എ ഗിവൺ എ യൂണിയൻ ബി. സോ നമുക്കറിയാം ഈ എ ഗിവൺ ബി എന്ന് കാണുമ്പോഴേ നമുക്ക് നമ്മൾ ഈ പഠിച്ചേക്കുന്ന ഇക്വേഷൻ, വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ എ ഗിവൺ ബി? എ ഗിവൺ ബിന്റെ ഇക്വേഷൻ ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. ഇതിന്റെയാണ് ന്യൂമറേറ്ററിൽ വരിക, ഡിനോമിനേറ്ററിൽ വരാം. ന്യൂമറേറ്ററിൽ എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. ഇതാണ് നമ്മുടെ ഫോർമുല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ എ യൂണിയൻ ബിന്റെ. ദാറ്റ് ഈസ് ഈ ബിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? എ യൂണിയൻ ബി റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സിംപിളി ആയിട്ട് ഈ ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ. ബിയുടെ സ്ഥാനത്ത് ആരെ കൊടുക്കുക? എ യൂണിയൻ ബി. സോ ഈ ബിന്റെ സ്ഥാനത്ത് എന്ത് വരും? എ യൂണിയൻ ബി വരും. ആൻഡ് ഈ ബിന്റെ സ്ഥാനത്ത് എന്ത് വരും? എ യൂണിയൻ ബി വരും. ദാറ്റ് ഇസ് റീപ്ലേസ്ഡ് ബി വിത്ത് എ യൂണിയൻ ബി. സോ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇതിനൊന്ന് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെൻ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നമുക്കിവിടെ ഉള്ളത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ വെൻ ഡയഗ്രത്തിന് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി. അപ്പൊ ഞാൻ എയും ബിയും വരച്ചു. ഇതിനകത്ത് എ എന്ന് പറയുമ്പോൾ എന്താ? ഈ എ ഫസ്റ്റ് സർക്കിൾ ഈ റെഡിന്റെ അകത്ത് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഡാർക്കർ റെഡിൽ മാർക്ക് ചെയ്തേക്കുന്നതാണ് എ. ഇത്രയും സാധനം. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഈ ലൈറ്റർ വേർഷനായ ഇത് ഫുൾ വരും എ യൂണിയൻ ബി. ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ, ഇത് രണ്ടിലും വരുന്ന ഇന്റർസെക്ഷൻ ഏതാണ്? ഈ എ അല്ലേ? അപ്പൊ നമുക്ക് ഈ എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബിക്ക് പകരം എന്തെഴുതാൻ പറ്റും? പ്രോബിലിറ്റി ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിവിടെ നോക്കിയാൽ മതി. വെൻ ഡയഗ്രത്തിൽ ഈ രണ്ട് കോമൺ ഡാർക്കർ വേർഷനും ലൈറ്റർ വേർഷനും കോമൺ ആയിട്ട് വരുന്ന ഏരിയ ഏതാണ്? എ ആണ്. സോ ഈ ഒരു എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബിക്ക് വരെ നമ്മൾ എന്ത് ചെയ്തു? എ റീപ്ലേസ് ചെയ്തു. ആൻഡ് ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു, പി ഓഫ് എ യൂണിയൻ ബി. സോ ഇതിന്റെ ഫോർമുല കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രോബിലിറ്റി ഓഫ് എ, ദാറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് വന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഇസ് 0.5. ജസ്റ്റ് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷേ പ്രോബിലിറ്റി ഓഫ് എ, പ്രോബിലിറ്റി ഓഫ് ബി ആൻഡ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിച്ചൂടെ? സോ അതിനുള്ള ഇക്വേഷൻ ആണ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമ്മൾ സെറ്റ് പഠിക്കുന്ന ഒരു ഫോർമുല ഉണ്ട് എ യൂണിയൻ ബിയുടെ, അല്ലേ? എന്താണ്? a plus number of a union b equal to number of a plus number of b minus number of a intersection b. Similar ആയിട്ട് n-ന്റെ സ്ഥാനത്ത് പ്രോബിലിറ്റി കീപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. That is probability of a ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് 0.5, probability of b is 0.4 and probability of a intersection b is 0.2. So അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So 0.5 plus 0.4 is 0.9 minus 0.2, that is 0.7. So the answer is
ഓക്കെ, നമുക്കത് ഫ്രാക്ഷനിലല്ലതാണ്, നമുക്ക് ഫ്രാക്ഷനിലാണ് തന്നേക്കുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്, പോയിന്റ് വൈസിലാണ് കിട്ടിയേക്കുന്നത്. അതുപോലെ ഇതിപ്പോൾ എ യൂണിയൻ ബി ആയിട്ടേ ഉള്ളൂ. സോറി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ ഗിവൺ എ യൂണിയൻ ബി ആയിരുന്നു. ദാറ്റ് ഈസ് 0.5 ഡിവൈഡ് ബൈ 0.7 എന്ന് വരും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു, നമുക്ക് ഈ ഒരു ഫോമാറ്റിലല്ല തന്നേക്കുന്ന ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിന് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ഓപ്ഷനിലാക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5/7 എന്ന് കിട്ടും, വിച്ച് ഈസ് ദർ ഇൻ ദ ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ, 5/7. നോർമലി ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് കീമിന് റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നോക്കാം. Next question. There are 37 men and 33 women at a party. If a prize is given to one person chosen at random, then the probability that the prize goes to a woman is. Okay, so ഒരു പാർട്ടിയിൽ ടോട്ടൽ 37 മെന്നും 33 വുമണും ഉണ്ട്. ആൻഡ് നമ്മൾ ആ പാർട്ടിയിൽ ഒരു പേഴ്സൺ എന്ത് കൊടുക്കുന്നുണ്ട്, പ്രൈസ് കൊടുക്കുന്നുണ്ട്. അത് റാൻഡം പേഴ്സൺ ആവും. മെന് ഇതിലല്ല, ടോട്ടലില് ഒരു റാൻഡം പേഴ്സൺ എന്ത് കൊടുക്കും, പ്രൈസ് കൊടുക്കും. സോ ക്വസ്റ്റ്യൻ ഈസ്, ആ കൊടുക്കുന്ന പ്രൈസ് കൊടുക്കുന്ന ആളെന്ന് പറയുന്നത് വുമൺ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഓക്കെ, സോ ഹിയർ ദ ടോട്ടൽ മെമ്പേഴ്സ്. നമുക്ക് പ്രോബിലിറ്റി ആകുമ്പോഴേ നമ്മൾ ആദ്യം ടോട്ടൽ മെമ്പേഴ്സ്, ടോട്ടൽ ഒക്കറൻസസ് വേണം കണ്ടുപിടിക്കാൻ. ഇവിടെ പറയുമ്പോൾ ടോട്ടൽ മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 37 + 33. ദിസ് 37 + 33 ദാറ്റ് ഈസ് 69. സോറി, 37 + 33 ദാറ്റ് ഈസ് 70 വരും. ഇനി നമുക്കിനിയും കണ്ടുപിടിക്കാനുള്ള വുമൺ ആവാനുള്ള പ്രോബിലിറ്റി. ആ ഒരു പോപ്പുലേഷൻ ഓഫ് 33 വുമണിൽ നിന്ന് 1 വുമണിനെ സെലക്ട് ചെയ്യാനുള്ള ഇത് അല്ലെ എന്നല്ലേ പറയാ. ദാറ്റ് ഈസ് ടോട്ടൽ 33 വുമൻസ് ഉണ്ട്. ആ 33 വുമൻസിൽ നിന്ന് 1 വുമണിനെ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് we are selecting that is 33C1 എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി. അപ്പം എന്താവും? 33C1 ഡിവൈഡഡ് ബൈ ടോട്ടൽ 70 ആവും. ഓക്കെ, ദാറ്റ് ഈസ് 33C1. നമുക്കറിയാം സി നമ്മൾ എടുക്കുമ്പോൾ കോമ്പിനേഷൻസിൽ എന്താണ്, നമ്മൾ 1 പേഴ്സണെയാണ് സെലക്ട് ചെയ്യുന്നത്. മേലൊരു നമ്പറും താഴെ 1 ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മേലിലുള്ള നമ്പർ ആയിരിക്കും ആ 33C1 ആൻസർ. ഓക്കെ, ഇപ്പോൾ NC1 = N എന്ന് പറയില്ലേ, സെയിം. സോ 33 എന്ന് വരും. 33 ഡിവൈഡഡ് ബൈ 70 ആണ്. സോ ഓപ്ഷൻ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കുന്നത് മാറിയിട്ടുണ്ട്. 33/70 ആണ്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. Okay, 33/70. That is the final answer. That is option A. Okay. Then simple question. Going to the next question. A fair coin is tossed twice. Given that the first toss resulted in head, then the probability that a second toss also would result in head is. അപ്പോൾ ഒരു കോയിൻ 2 വട്ടം ടോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ടോസിൽ എനിക്ക് ഹെഡ് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് ടോസിലും ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു കോയിൻ 2 വട്ടം ടോസ് ചെയ്തു. അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കോയിൻ എടുത്ത് ഞാൻ ടോസ് ചെയ്തു, എനിക്ക് ഹെഡ് കിട്ടി. ഇനി ഞാൻ അതേ കോയിൻ എടുത്ത് പിന്നെ എടുത്ത് ടോസ് ചെയ്യുമ്പോഴത്തേനും ഈ ഫസ്റ്റ് കിട്ടിയ ഹെഡിൽ അവിടെ എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഉണ്ടോ? ഒരു ഡിപ്പെൻഡൻസി ഇല്ല. ദാറ്റ് ഈസ് നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യാന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഇപ്പം ഹെഡ് കിട്ടിയെന്നുണ്ടെങ്കിൽ സെക്കൻഡ് അത് ഹെഡ് ആവാനുള്ള പ്രോബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻസി ഇല്ല. ഫസ്റ്റ് ഹെഡ് കിട്ടിയെന്ന് പറഞ്ഞ ഒരു ഡിപ്പെൻഡൻസി ഇല്ല. ഓക്കെ, അപ്പോൾ ടോസിങ് ഓഫ് എ കോയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പൊ സെക്കൻഡ് കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/2. ഒന്നെങ്കിൽ ഹെഡ് കിട്ടും, അല്ലേ ടെയില് കിട്ടും. സോ പ്രോബിലിറ്റി ഓഫ് ഹെഡ് എങ്ങനെ എന്താണ് ആൻസർ? 1/2. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, next question. The coefficient of variation CV and the mean of a distribution are respectively 75 and 44. Then the standard deviation of the distribution is. Question പറഞ്ഞിട്ടുണ്ട് coefficient of variation CV യും mean. CV is 75 and mean is 44. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന ഇത് മൂന്നും കണക്ട് ചെയ്ത് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്താണ്? CV = സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. സോ നമുക്കിവിടെ CV ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 75. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. പുട്ട് ഇറ്റ് ആസ് C. ആൻഡ്
മീൻ തന്നിട്ടുണ്ട് 44 into 100. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് സിഗ്മാൻഡ് ഇക്വേഷൻ എഴുതി എന്ത് കിട്ടും? 75 into 44 by 100. ദാറ്റ് ഈസ് ഈ 75 by 100 ഇത് 3 ആവും, ഇത് 4 ആവും അല്ലേ? ഇത് 25ന്റെ ടേബിളിൽ 3 ആവും, ഈ ബൈ 100 എത്രയാവും? 4 ആവും. ഈ 4ഉം ഈ 44 കൂടി കട്ട് ചെയ്ത് എന്താക്കാൻ പറ്റും? 11 ആക്കാൻ പറ്റും. ഓ സോറി, the coefficient of variation CV and the mean of a distribution are respectively 75 and 44. Then the standard deviation of the distribution is. So, നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് സി വിയും ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീനും തന്നിട്ടുണ്ട്. സി വി ഇസ് 75 ആൻഡ് മീൻ ഇസ് 44. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനെയും സി വിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോമുലയാണ് നമുക്ക് അറിയാവുന്നത്. ദാറ്റ് ഇസ് സി വി ഇസ് ഈക്വൽ ടു സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു 100. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി വിന്റെ വാല്യൂ ഇസ് ഗിവൺ ആസ് 75 and 75 equal to standard deviation we have to find divided by mean എന്ന് പറഞ്ഞത് 44 into 100. ഇനി sigma is equal to 75 into 44 divided by 100. ഈ 100 വെട്ടി 4 ആവും, ഇത് വെട്ടി 3 ആവും. ഓക്കെ, ഈ 100 വെട്ടി 4 ആയില്ലേ, ആ 4ഉം ഈ 44 കട്ട് ചെയ്ത് ഇവിടെ 11 ആവും. ഈ 3യും ഈ 11ഉം കൂടെ 33. ദാറ്റ് ഈസ് sigma is 33. That is option D. Okay, going to the next question. There are 4 red, 3 blue and 3 yellow marbles in a urn. If 3 marbles are drawn simultaneously, then the probability that the number of yellow marbles will be less than 2 is equal to. So, question എന്താണ്? There are total എത്ര ഉണ്ട്? 4 റെഡും 3 ബ്ലൂവും 3 യെല്ലോ മാർബിൾസും ഉണ്ട് ഒരു ഏണിൻ്റെ അകത്ത്. ഇഫ് 3 marbles are drawn simultaneously, നമ്മൾ മൊത്തത്തിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 മാർബിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ the probability that the number of yellow marbles will be less than 2. അപ്പൊ ഈ എടുത്തപ്പോ നമ്പർ ഓഫ് യെല്ലോ മാർബിൾസ് നമുക്ക് കിട്ടിയ യെല്ലോ മാർബിൾസിന്റെ പ്രോബിലിറ്റി ഈസ് ലെസ് ദാൻ 2. 2നേക്കാളും ലെസ് ആണ് യെല്ലോ മാർബിൾ കിട്ടിയത് എന്നുള്ളതിന്റെ പ്രോബിലിറ്റിയാണ് ക്വസ്റ്റ്യൻ. സോ the number of yellow marbles can be 0 or 1. കാരണം ഒന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന യെല്ലോ മാർബിൾസ് 0 ആകാം അല്ലെങ്കിൽ 1 ആകാം. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് യെല്ലോ മാർബിൾസിന്റെ എണ്ണം ഷുഡ് ബി ലെസ് ദാൻ 2. ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 0 ആകാം അല്ലെങ്കിൽ 1 ആകാം. സോ ഫസ്റ്റ് കേസ് എടുക്കുക, ദാറ്റ് ഈസ് 0 ആണ്. 0 means no yellow marbles are drawn and 1 means only 1 yellow marble is drawn. So see, that is 0 yellow means എന്താണ്? നമ്മൾ 0 yellow ആണ് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ മൊത്തം ഡ്രോൺ ചെയ്യുന്ന എത്ര മാർബിൾസ് ആണ്? ഇഫ് 3 marbles are drawn simultaneously, അപ്പോൾ ആ 3 marbles ഏതിന്നേ ആവത്തുള്ളൂ? ഒന്നെങ്കിൽ 4 റെഡിൽ നിന്ന് അല്ലെങ്കിൽ 3 ബ്ലൂവിൽ നിന്ന് അല്ലേ? ദാറ്റ് ഈസ് ഈ മൊത്തം that is 7C3. ഈ ടോട്ടൽ 4ഉം 3ഉം 7C3 ആയിരിക്കും 0 യെല്ലോ ആണെന്നുണ്ടെങ്കിൽ. ഇനി 1 യെല്ലോ എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു യെല്ലോ, ദാറ്റ് ഈസ് ആ 3 യെല്ലോസിൽ നിന്ന് ഒരു യെല്ലോ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 3Z1. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ എന്തും സെലക്ട് ചെയ്യണം? ആൻഡിലാണ് നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ആൻഡ് എന്ത് കൊടുക്കാൻ പറ്റും? ഇതിൽ നിന്ന് ബാക്കി 2 എണ്ണം, ദാറ്റ് ഈസ് 7C2. ഓക്കെ, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഓപ്ഷൻ എന്താണ്? യെല്ലോ മാർബിൾ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഷുഡ് ബി ലെസ് ദാൻ 2. ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? 0യും വരാം 1ഉം വരാം. വിച്ച് മീൻസ് ദാറ്റ് ഒന്നെങ്കിൽ 0 യെല്ലോ മാർബിൾസ് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ 1 യെല്ലോ മാർബിൾ ചൂസ് ചെയ്യണം. 0 യെല്ലോ മാർബിൾസ് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നെങ്കിൽ 4 റെഡിൽ നിന്ന് 3 ബ്ലൂവിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്യുക. സോ അടുത്ത ടോട്ടൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഇത് എത്രയാണ്? സെലക്ഷൻ എത്രയാണ്? 7. ടോട്ടൽ ഓഫ് 7ൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 7C3. ഇനി 1 യെല്ലോ ആണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം 3 യെല്ലോസ് ഉണ്ട്, അതിൽ നിന്ന് 1 സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 3C1. ആൻഡ് അതിന്റെ കൂടെ തന്നെ എന്ത് സെലക്ട് ചെയ്യണം? 2 എണ്ണം. ഏതിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടത്? 4 റെഡിൽ നിന്നും 3 ബ്ലൂവിൽ നിന്നും. ദാറ്റ് ഈസ് 7. സോ 7C2 into 3C1. സോ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് അല്ലെ? സോ അത് എങ്ങനെയാ എടുക്കുക? 7C3 പ്ലസ് ഓറിനാണ് നമ്മൾ പ്ലസ് സൈൻ കൊടുക്കുക. സോ ഒന്നെങ്കിൽ നമ്മുടെ പോസിബിലിറ്റി ഈസ് ദിസ്, otherwise the possibility is this. Okay, that is divided by total. Total എത്ര ബോൾസ് എടുക്കണ്ട? ടോട്ടൽ ഓഫ് 10 ബോൾസിൽ നിന്ന് 3 ബോൾസ് സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 10C3. സോ ഇതാണ് 7C3 പ്ലസ് 7C2 പ്ലസ് 3C1 ഡിവൈഡഡ് ബൈ 10C3.
ഇനി ഫസ്റ്റ് വൺ 7C3. 7C3 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 7 × 6 × 5. ബാക്കിലേക്ക് 3 എണ്ണം എഴുതാം. ഡിവൈഡഡ് ബൈ 1 2 3. ഫ്രണ്ടിൽ നിന്ന് 3 നമ്പേഴ്സ്. ഓക്കെ. സെക്കൻഡ് വൺ ഇനി അടുത്തത് ഓർ പ്ലസ് സൈൻ ഇട്ടിട്ട് 7C2. 7C2 എന്ന് പറയുമ്പോൾ 7 × 6 ഡിവൈഡ് ബൈ 1 × 2. നെക്സ്റ്റ് ഇൻറ്റു 3Z1. 3Z1 നമുക്കറിയാം NC1 is n, that is 3. ഡിവൈഡഡ് ബൈ ഇനി എന്താ 10C3. ഡിവൈഡ് ബൈ 10C3 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ടാണ് വരിക. ദാറ്റ് ഈസ് കോമൺ 10 × 8 ഡിവൈഡ് ബൈ 3 × 2 × 1. ഇവിടെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഈ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ നമുക്ക് ക്ലിയർ ആണ്. ഇവിടെ 1 × 2 × 3 ഉണ്ട്. ഇവിടെ എല്ലാത്തിനും ഡിനോമിനേറ്റർ 1 × 2 × 3 ഉണ്ട്. നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് ഇവിടെ ഒരു 1 × 2 × ഒരു 3യും കൂടെ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? ഇത് ന്യൂമറേറ്ററിലാണ് നോക്കുന്നത്. ഈ ഇൻറ്റു 3/3 ഞാൻ ന്യൂമറേറ്ററിലാണ് ചെയ്യുന്നത്. ഓക്കെ. ഈ 3ന്റെ കൂടത്തിൽ ഇൻറ്റു 3/3 ചെയ്തു. ദാറ്റ് ഈസ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി. അപ്പൊ ഈ 1 2 ഈ 3യും കൂടെ കട്ടാവും. ഈ 1 2 3 ഇത്രയും കട്ടാവും. ഓക്കെ. സോ ഇനിയുള്ളത് എന്ത് വരും? 7 × 6 × 5 പ്ലസ് 7 × 6 പ്ലസ് 3 × 3 ഡിവൈഡഡ് ബൈ 10 × 9 × 8. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് 7 × 6 × 5 ഇവിടെ 7 × 6 ഉണ്ട്, പിന്നെ ഇവിടെ 3 × 3 ഉണ്ട്, ദാറ്റ് ഈസ് 9 ഉണ്ട്. അതിൽ നിന്ന് 7 × 6 കോമൺ എടുത്താൽ ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്, ദാറ്റ് ഈസ് 5 + 9 ഡിവൈഡ് ബൈ 10 × 9 × 8. ഇനി 7 × 6 is 42 and 9 + 5 is 14 divided by 9 × 8 72. 72 × 10 720. ദാറ്റ് ഈസ് ഇനി 42 × 14 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ 42 is 42 × 14 is 588 divided by 720 എന്ന് വരും. ഓക്കെ. സോ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആൻസർ എത്ര കിട്ടും? 49/60. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ. ഇവിടെ കാൽക്കുലേഷൻ ഇത് തിയറി പാർട്ട് ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് ലോജിക്ക് വെച്ച് ചെയ്യാനേ ഉള്ളൂ. ഇത് കാൽക്കുലേഷൻ ജസ്റ്റ് നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ളത് നോക്കിയാൽ ക്വസ്റ്റൻ ഇസ് ക്ലിയർ. So the next question. In a box, there are 4 marbles and each of them is marked with distinct number from the set 1, 2, 5, 10. If one marble is randomly selected 4 times with a replacement and the number is noted, then the probability that the sum of number is equal to 18 is. അപ്പോൾ ഒരു ബോക്സിന്റെ അകത്ത് 4 മാർബിൾസ് ആണുള്ളത്. ഈ 4 മാർബിൾസിന്റെ അകത്ത് സ്റ്റിക്കർ എല്ലാം വെച്ചിട്ട് നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 5, 10. ഓക്കെ. 4 മാർബിൾസിൽ റാൻഡം ആയിട്ട് ഇതിലൊക്കെ 1, 2, 5, 10 വെച്ചിട്ടുണ്ട്. If one marble is randomly selected 4 times, നമ്മൾ ആദ്യം ഈ 4 ദിനത്തിൽ നിന്ന് ഒരു മാർബിൾ എടുക്കും, നോട്ട് ചെയ്യും, തിരിച്ചു വെക്കും, പിന്നെ ഒരെണ്ണം എടുക്കും, നോട്ട് ചെയ്യും, തിരിച്ചു വെക്കും, നമ്പർ നോട്ട് ചെയ്യുക, പിന്നെയും ഒന്നെടുക്കും, നമ്പർ നോട്ട് ചെയ്യും, തിരിച്ചു വെക്കും. ആൻഡ് ഈ പ്രോസസ് 4 വട്ടം ഇങ്ങനെ റീപ്ലേസ്മെന്റ് ചെയ്ത് നമ്പർ എടുത്ത് നോട്ട് ചെയ്തു. ദെൻ ദ പ്രോബിലിറ്റി ദാറ്റ് ദ സം ഓഫ് നമ്പേഴ്സ് ഈക്വൽ ടു 18. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. എന്തിന്റെ? ഈ 3 നമ്പേഴ്സിന്റെയും സമ്മ് 4 നമ്പേഴ്സ് എടുത്തപ്പോൾ എല്ലാം 4 നമ്പേഴ്സിന്റെയും സമ്മ് 18 ആവാനുള്ള പ്രോബിലിറ്റി. ഓക്കെ. സോ ആദ്യം നമുക്ക് 1, 2, 5, 10 ഇതാണ് നമുക്ക് നമ്പേഴ്സ് ഉള്ളത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ ആദ്യം 1 കിട്ടാം, സെക്കൻഡ് 2 കിട്ടാം, തേർഡ് 5 കിട്ടാം, പിന്നെ 10 കിട്ടാം. അല്ലെങ്കിൽ ഫസ്റ്റ് 10 കിട്ടാം, പിന്നെ 5 കിട്ടാം, പിന്നെ 2 കിട്ടാം, പിന്നെ 1 കിട്ടാം. അല്ലെങ്കിൽ ആദ്യം 2 കിട്ടാം, പിന്നെ 5 കിട്ടാം, പിന്നെ 1 കിട്ടാം, 10 കിട്ടാം. അങ്ങനെ ഒത്തിരി എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് സോ ദർ ആർ 4 നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ. ഇതുപോലെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? 4 ഫാക്ടോറിയൽ വേസിൽ 4 നമ്പേഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ടോട്ടൽ വേസ് മൊത്തം എത്ര വേസ് പറ്റും? 4 × 4 × 4 × 4 വേസ് എന്ന് വെച്ചാൽ നമുക്ക് മൊത്തം ഈ മാർബിൾസിനെ എങ്ങനെയൊക്കെ അറിയാം? ടോട്ടൽ ദാറ്റ് ഈസ് 4 × 4 × 4 × 4. സോ നമുക്ക് എന്ത് വരും? 4 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഈ 4 നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4. ടോട്ടൽ വേസ് എത്ര എണ്ണമാണ്? ഫസ്റ്റ് 1 4. ഫസ്റ്റ് നമ്മൾ മറ്റേ പെർമ്യൂട്ടേഷന്റെ മറ്റേ ബോക്സ് വരിക്കില്ല. ഫസ്റ്റ് 1 4, സെക്കൻഡ് 1 4, തേർഡ് 1 കാരണം റീപ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ വേസ് എന്ന് പറഞ്ഞാൽ 4. ഫസ്റ്റ് പ്ലേസിൽ 4 നമ്പേഴ്സിൽ ഏതെങ്കിലും ആവാം, സെക്കൻഡ് പ്ലേസിൽ 4 എണ്ണം ആവാം, കാരണം റീപ്ലേസ്മെന്റ് ആണ് അല്ലേ. ദാറ്റ് ഈസ് 4 × 4 × 4 × 4. ദാറ്റ് ഈസ് 4 നമ്മൾ എഴുതിയിട്ട് 4 ഫാക്ടോറിയൽ ഈസ് 4 × 3 × 2 × 1 ഡിവൈഡ് ബൈ 4 × 4 × 4. ഓക്കെ. ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ആക്കി ഈ 2ഉം ഈ 4ഉം 2 ആയി. ദാറ്റ് ഈസ് 3 ഡിവൈഡ് ബൈ 4 × 4 16 × 2 is 32. That is answer is 3/32. Option D. Next,
ലിമിറ്റിന്റെ ക്വസ്റ്റനിലേക്ക് കയറുകയാണ്. ലിമിറ്റ് t ടെൻസ് ടു 0 2t minus 3 into t minus 2 divided by t minus 3 into t plus 2 by t is equal to. ഇതിന്റെ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ലിമിറ്റ് ആണ്. സോ ലിമിറ്റ് കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഈ ടീന്റെ വാല്യൂ ഇവിടെ ഇഫ് ടീന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ, ടെൻസ് ടു 0 അല്ലേ പറഞ്ഞേക്കുന്നത്, അപ്പൊ ടീന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നോക്കണം. ദാറ്റ് ഈസ് ടീന്റെ സ്ഥാനത്ത് ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ 2 into 0 minus 3, 0 minus 2, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. t 0, 0 by 0 minus 3 into 0 plus 2, 3 into 0 plus 2 is ഇവിടെ 0 plus 2 2 വരും. 3 into 2 6, 6 by 0 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് 0 by 0 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ടീന്റെ വാല്യൂ 0 കിട്ടിയപ്പോൾ നമുക്ക് 0 by 0 ഫോമിലാണ് കിട്ടിയത്. ഓക്കെ, ലീവ് ഇറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. നമുക്കൊരു നമ്പർ ആണ് ഇവിടെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിമിറ്റിന്റെ വാല്യൂ അതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ 0 by 0 ഫോം ആണ്, സോ ലീവ് ഇറ്റ്. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ, ആദ്യം നമ്മൾ ടീന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ബ്രാക്കറ്റ് വല്ല ഓപ്പൺ ആക്കാനുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി നോക്കുക. ദാറ്റ് ഈസ് എന്ത് കിട്ടും, 2t into t, 2t square, 2t minus 2 minus 4t minus 3t plus 6 by t minus 3t minus 6 by t. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ +6ഉം ഇവിടെ -6ഉം വരും. അത് രണ്ടും കട്ടാവും. 2t സ്ക്വയർ മൈനസ് ഈ -3ഉം -3ഉം കൂടെ എത്ര ആവും, -6 ആവും. ഇത് -4, ദാറ്റ് ഈസ് -10 ആവും. സോ -10t എന്ന് കിട്ടും ഡിവൈഡ് ബൈ ടി. ഇതിൽ നിന്നൊരു ടി കോമൺ എടുത്താൽ 2t minus 10 by t എന്ന് കിട്ടും. ഈ ടിയും ടിയും കൂടെ ക്യാൻസൽ ചെയ്താൽ 2t minus 10 എന്ന് കിട്ടും. ഇതിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയതിൻ്റെ അകത്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ടീന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ടീന്റെ വാല്യൂ 0 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് 2 into 0, 0 minus 10. അപ്പൊ 0 minus 10 is -10. സോ ആൻസർ കിട്ടി, നമുക്ക് നമ്പർ കിട്ടി. സോ ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ ബി, -10. Going to the next question. If f of x is equal to x square sine pi by 6x for x less than or equal to -3 and f of x is equal to x cos pi by 3x for x greater than or equal to -3, then the value of limit x tends to -3 plus f of x is equal to, നമുക്ക് f of x രണ്ട് വാല്യൂസ് ആണുള്ളത്. -3നേക്കാൾ ലെസ് ദാൻ ആണെങ്കിൽ ഇതും -3നേക്കാൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇതും ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് -3നേക്കാളും ഇവിടെ പ്ലസ് എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ഇതിന്റെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അപ്പൊ ഇതാ വരിക. ഓക്കെ, ഇത് ആവുമ്പോൾ ഉള്ള ലിമിറ്റ് ആണ് കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 പ്ലസ് ആവുമ്പോൾ എന്താണിത്, എക്സ് കോസ് പൈ ബൈ 3x. കാരണം -3 ഗ്രേറ്റർ ദാൻ, ദാറ്റ് ഈസ് പ്ലസ് വന്നേക്കുന്നത്. -3നേക്കാൾ ഗ്രേറ്റർ, ഇവിടെ മൈനസ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ ഇതെടുക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം എക്സിന്റെ ഇവിടെ വാല്യൂ എന്താ കൊടുത്തേക്കുന്നത്, -3 ആണ് കൊടുത്തേക്കുന്നത്. -3 കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് എക്സിന്റെ സ്ഥാനത്ത് -3 കോസ് പൈ ബൈ 3, എക്സിന്റെ സ്ഥാനത്ത് -3. ഓക്കെ, -3 കോസ് ഈ 3യും ഈ 3യും കൂടി ക്യാൻസൽ ആയി, ബാക്കി -π. ഇനി കോസ് ഓഫ് -π is cos π. ദിസ് മൈനസ് കോസ് π, ദാറ്റ് ഈസ് -3 ഇൻറ്റു കോസ് πന്റെ വാല്യൂ എത്രയാണ്, -1. സോ ആൻസർ ഈസ് 3. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ലിമിറ്റ് ഭയങ്കര സിമ്പിൾ ആണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് തന്നേക്കുന്ന ലിമിറ്റിന്റെ വാല്യൂ എന്താണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമ്പർ ഫോമിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആൻസർ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനിയുണ്ട്, ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. ഇനി നെക്സ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 log 1 plus x plus 1 minus e raised to x divided by 4x square minus 9x is equal to. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് ടെൻസ് ടു 0 ആയതുകൊണ്ട് തന്നെ എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. ദിസ് ലോഗ് ഓഫ് 1 plus x plus 1 minus e raised to x divided by 4x square minus 9x. That is log 1 plus x, that is 1 plus 0. 1 plus 0 is 1. Log 1 plus 1 minus e raised to 0 എന്ന് വരും. Divided by 4. x square is 0 minus 9 into 0. Log 1ന്റെ വാല്യൂ എത്രയാണ്, 0 plus 1 e raised to 0 എന്ന് എന്ത് വന്നാലും എന്താണ് ആൻസർ, 1. സോ 1 minus 1 ഡിവൈഡ് ബൈ ഇവിടെ എന്താവും, 4 into 0 0 minus 9 into 0 0. ദാറ്റ് ഈസ് ഇത് 0 by 0 ആയി. അപ്പൊ 0 by 0 ആയേ, അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല.
അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി അടുത്ത മെത്തേഡാണ്. നമുക്ക് ബ്രാക്കറ്റ് ഒന്നും ഓപ്പൺ ആക്കാനും ഇല്ല ഈ കേസിൽ. അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമുക്ക് 0/0 ഫോം ആയാൽ ഡെറിവേറ്റീവ് എടുക്കുക. തന്നിരിക്കുന്ന ഈ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ്. ലോഗ് 1 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/1 പ്ലസ് എക്സ്. ഇനി ഇവിടെ 1ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ കോൺസ്റ്റന്റ് ആണ്, +0 എന്ന് വരും, വിട്ടേക്കുക. ഇനി മൈനസ് e⁻x ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് e⁻x തന്നെ, ഡിവൈഡ് ബൈ 4 കോൺസ്റ്റന്റ് 4 കോമൺ എടുത്തു, ഡെറിവേറ്റീവ് ഓഫ് x² ഈസ് 2x മൈനസ് 9 കോമൺ എടുത്തു, ഡെറിവേറ്റീവ് ഓഫ് x 1, ദാറ്റ് ഈസ് 9. ഓക്കെ, ആ കോൺസ്റ്റന്റ് മാത്രം കോമൺ എടുത്ത് 9 എഴുതി, ഡെറിവേറ്റീവ് ഓഫ് x തന്നെ, ഓക്കെ സോറി 1 തന്നെ. അപ്പൊ ഇൻറ്റു 1 വരും, ദാറ്റ് ഈസ് 9 വരും. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 1/1 പ്ലസ് എക്സ് മൈനസ് e⁻x ഡിവൈഡ് ബൈ 4 × 2 ഇസ് 8x മൈനസ് 9. That is 1/1 plus x minus e⁻x divided by 8x minus 9. ഇനി ഇതിന്റെ അകത്ത് എക്സിന്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുക. എക്സിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ 1/1 plus x, ദാറ്റ് ഈസ് ഇവിടെ 1 വരും, മൈനസ് e⁻0 1 വരും, ഡിവൈഡ് ബൈ 8x, 8 × 0 മൈനസ് 9. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്, 0/9. 0/9ന്റെ ആൻസർ എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. 0/0 അല്ല, ഇവിടെ 0 എന്ന് തന്നെ കിട്ടി. അപ്പോൾ 0 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ, ദാറ്റ് ഈസ് ഓപ്ഷൻ ഇ. Going to the next question. Limit t tends to 0 sin t square divided by t sin 5t is equal to. സോ ഇവിടെ നമ്മളൊരു പ്രോപ്പർട്ടി, നമുക്ക് സൈനിന്റെ കാണുമ്പോഴേ നമുക്ക് ഡെറിവേറ്റീവിന്റെ നമ്മളൊരു പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. എന്താണ്, ലിമിറ്റ് t tends to 0 sin x divided by x is equal to the sin x divided by sin x divided by x is equal to 1. This is the എന്താണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സൈന് കണ്ടപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഈ ഒരു പ്രോപ്പർട്ടി പോലെ ആക്കി എടുത്തൂടെ, കുറച്ച് ട്രൈ ചെയ്തിട്ട്. ദാറ്റ് ഈസ് ലിമിറ്റ് t tends to 0 സൈൻ എക്സിന്റെ സ്ഥാനത്തൂടെ എന്താണ്, t² അല്ലെ, അപ്പോൾ സൈൻ t². ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ് വരുന്നത്, വേറൊരു സൈനാ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഇതൊരെണ്ണം ആക്കി എടുക്കാം. അപ്പൊ ഇവിടെ സൈൻ t² ഡിവൈഡഡ് ബൈ t² വന്നാൽ നമുക്ക് ഇത്രയും എന്താക്കാം, 1 ആക്കാം. അപ്പൊ ഇവിടെ ഡിവൈഡഡ് ബൈ t² വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻറ്റു t² കൂടി കൊടുക്കാം. ഓക്കെ, ന്യൂമറേറ്റർ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സൈൻ t², ഇത് t² ആണേ. നെക്സ്റ്റ്, ഇനി അടുത്ത് നമുക്ക് ന്യൂമറേറ്റർ നോക്കാം. ഈ ടീനെ കോമൺ ആക്കി ഇടുക. ഈ സൈൻ 5t കൂടെ എന്ത് വരണം, ഒരു 5tയും കൂടെ വരണം ഡിനോമിനേറ്ററിൽ. അപ്പൊ ഇൻറ്റു ഒരു 5tയും കൂടെ ചെയ്യുക. ദാറ്റ് ഈസ് സൈൻ 5t ഡിവൈഡ് ബൈ 5t ഇൻറ്റു 5t. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇത് 1 ആവും, അതുപോലെ തന്നെ ഇതും 1 ആവും. ദാറ്റ് ഈസ് 1 ഇൻറ്റു t² അല്ലെ, ആൻഡ് ഇത് 1 ആവും. ഈ ടീയും ഈ 5tയും കൂടെ 5t² ആവും. ദാറ്റ് ഈസ് t² ബൈ 5t² ആവും. ഈ t² t² ക്യാൻസൽ ചെയ്താൽ 1/5. സോ ദ ആൻസർ ഈസ് 1/5. ഓക്കെ, going to the next question. Let f of x is equal to 3x plus 6 if x is greater than or equal to c, and f of x is equal to x² minus 3x minus 1 if x is less than 3, where x element of R and C is a constant. The value of C for which f is continuous on R. Okay, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ തന്നേക്കുന്ന ഈ സിന്റെ വാല്യൂ എത്രയായിരിക്കും if എന്താണ്, ഈ എഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഈ സിന്റെ വാല്യൂ റേഞ്ച് എത്ര വരും, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ LHSഉം RHSഉം എന്ത് വരും, ഈക്വൽ ആണെന്ന് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് t tends to c plus of f of x is equal to limit t tends to c minus f of x. നമുക്ക് രണ്ടും LHSഉം RHSഉം എന്താന്ന് വരും, സെയിം ആണെന്ന് വരും. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് f of xന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ c പ്ലസ്, ദാറ്റ് ഈസ് പോസിറ്റീവ്, ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ എന്താണ് വാല്യൂ 3x plus 6ഉം, ലെസ് ദാൻ ആകുമ്പോൾ വാല്യൂ എന്താണ് x² minus 3x minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് 3
ഇതുവരെ വന്നു. ഇനി ഞാനിവിടെ സി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? എക്സിന്റെ സ്ഥാനത്ത് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3c + 6. ഇനി എക്സിന്റെ സ്ഥാനത്ത് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c² - 3c - 1. അപ്പോൾ ഇത് ഈക്വൽ ആണെന്നാണല്ലോ, അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, സോ c² - 6c - 7 = 0. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. സോ നമുക്ക് ആ സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, സിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് സിന്റെ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ. നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഇതിന്റെ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് -7ഉം സമ്മ് -6ഉം വരണം. ദാറ്റ് ഈസ് -7ഉം 1ഉം വന്നാൽ -7ഉം 1ഉം വന്നാൽ ആൻസർ വിൽ ബി സെയിം. സോ നമുക്ക് ഇവിടെ നമ്പേഴ്സ് എന്ത് കിട്ടി? -7ഉം 1 കിട്ടി. -7ഉം 1 ആണ് നമ്മുടെ സിന്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും c - 7 = 0 എന്നും c + 1 = 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് സിന്റെ വാല്യൂ എന്തൊക്കെയാണ്? 7ഉം 1ഉം കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ആൻസർ. -1ഉം -1ഉം 7ഉം. That is option C. Going to the next question. If limit extends to -2, 3x² + ax - 2 divided by x² - x - 6 is a finite number, then the value of a is equal to. ഈ ഒരു ലിമിറ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഒരു ഫിനൈറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്, ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്റെ വാല്യൂ എത്രയാണ്? അപ്പൊ നമുക്കറിയാം ഫൈനൈറ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സിന്റെ വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് -2 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ -2 -2 -6 എന്ന് വരും. ദാറ്റ് ഈസ് ഡിനോമിനേറ്ററിന്റെ വാല്യൂ എന്ത് വരും? 0 എന്ന് വരും. ഓക്കെ, 0 എന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ന്യൂമറേറ്റർ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ കണ്ടുപിടിച്ചാൽ തന്നെ ഡിനോമിനേറ്റർ 0 ആണ്. അപ്പൊ ഇത് ഫൈനൈറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്തും പറയണം? ന്യൂമറേറ്ററും 0 ആവണം. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിന്റെ വാല്യൂ നമുക്ക് എ ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ എന്നുള്ള രീതിയിലേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഫൈനൈറ്റ് വാല്യൂ ഡിനോമിനേറ്റർ 0 ആണ്. അപ്പൊ ഫൈനൈറ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ന്യൂമറേറ്ററും 0 ആവണം. ദാറ്റ് ഈസ് നമുക്ക് ആ ന്യൂമറേറ്റർ = 0 എന്ന് കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് ഈ എക്സിന്റെ സ്ഥാനത്ത് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 3 × -2² - a × -2 - 2 = 0 എന്ന് കിട്ടും. ഈ -2² 4 ആവും. സോ 3 × 4 12. ഇത് രണ്ടും കൂടെ 2a - 2 = 0. ഓക്കെ, ഇത് പ്ലസ് ആട്ടോ വരുന്നത്. ഇവിടെ കണ്ടോ a -2. ഓക്കെ, അത് ഞാൻ കറക്റ്റ് ചെയ്യാം. 1 second. ഇത് പ്ലസ് ആ വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇവിടെ പ്ലസ് ആണ് ഇവിടെ സൈൻ വരുന്നത്. സോ a -2 - 2 = 0. That is 12 - 2a - 2 = 0. That is ഈ 12ഉം ഈ 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10 കിട്ടും. 10 - 2a = 0. That is 10 = 2a എന്ന് കിട്ടും. That is a = 5. That is option D. എയുടെ വാല്യൂ 5. നെക്സ്റ്റ് ഇനി ഡെറിവേറ്റീവിലേക്ക് വരാണ്. So, if x is equal to √10 cos inverse theta and y is equal to √10 sin inverse theta, then dy/dx ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ തീറ്റ ആയിട്ടാണ് വച്ചേക്കുന്നത്. ഓക്കെ, തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? dy/dx കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? dy/dθ / dx/dθ. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം dy/dθ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് dy/dθ. ദാറ്റ് ഈസ് d/dθ ഓഫ് y ന്റെ സ്ഥാനത്ത് എന്താ നടക്കുന്നത്? √10 sin inverse theta. That is d/dθ ഓഫ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഫോമിലാണ്. √x എന്നാണ് നടക്കുന്നത്. അപ്പൊ √xന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് എടുക്കുന്നത്? 1/2 √x. ദാറ്റ് ഈസ് 1/2 √x. എക്സിന്റെ സ്ഥാനത്ത് 10 sin inverse theta. ദാറ്റ് ഈസ് 1/2 √10 sin inverse theta. അപ്പൊ നമുക്ക് ഇവിടെ √x ആണല്ലേ, ഇത്രയാണ് എക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എടുക്കണം. ദാറ്റ് ഈസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 10 sin inverse theta എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. ആദ്യം 1/2 √x എന്നാണ്. ദാറ്റ് ഈസ് 1/2 √10 sin inverse theta, 10 sin inverse theta എന്ന് കിട്ടും. ഇനി എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്നതിന് ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് d/dθ ഓഫ് 10 sin inverse theta. നെക്സ്റ്റ് 1/2 അത് ഞാൻ അതേപോലെ എഴുതി ഇൻറ്റു ഇത് a⁻⁴ sin inverse theta. a⁻x എന്ന് എടുക്കാം. a⁻x ന്റെ ഡെറിവേറ്റീവ് എന്താ? a⁻x log a. ദാറ്റ് ഈസ് a⁻x, ദാറ്റ് ഈസ് 10 sin inverse theta ഇൻറ്റു log a. log
10 എന്ന് വരും. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താ നടക്കുക? സൈൻ ഇൻവേഴ്സ് തീറ്റ. ഇത് സമയം എന്തെടുക്കണം? ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് തീറ്റ, ദാറ്റ് ഈസ് 1/2 റൂട്ട് ഓഫ് 10 റൈസ് ടു സൈൻ ഇൻവേഴ്സ് തീറ്റ ഇൻറ്റു 10 റൈസ് ടു സൈൻ ഇൻവേഴ്സ് തീറ്റ ഇൻറ്റു ലോഗ് 10 into derivative of sin inverse theta, that is 1/root of 1 minus x square. നെക്സ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ ചെയ്യാൻ പോകുന്നത്? ഇത്രയും കിടക്കട്ടെ, ഇത് ഇത്രയും സ്റ്റോപ്പ് ചെയ്തു. ഇനി അതുപോലെ dx/d(θ) നമ്മൾ ഡിനോമിനേറ്റർ കണ്ടുപിടിക്കാൻ പോവാം. ദാറ്റ് ഈസ് d/d(θ) of x. എക്സിന്റെ സ്ഥാനത്ത് റൂട്ട് ഓഫ് 10 കോസ് ഇൻവേഴ്സ് തീറ്റ, ദാറ്റ് ഈസ് 1/2. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ്, ദാറ്റ് ഈസ് 1/2 റൂട്ട് എക്സ്. എക്സ് എന്ന് പറയുന്നത് 10 കോസ് ഇൻവേഴ്സ് 10 റൈസ് ടു കോസ് ഇൻവേഴ്സ് തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇതുകൂടെ എടുക്കണം 10 റൈസ് ടു കോസ് ഇൻവേഴ്സ് തീറ്റ, ദാറ്റ് ഈസ് 1/2 റൂട്ട് 10 cos inverse theta into a raised to x ഫോമാറ്റ്. a raised to x എന്താണ്? a raised to x log a. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? കോസ് ഇൻവേഴ്സ് തീറ്റ, അതിന്റെ ഡെറിവേറ്റീവ് എടുത്തു, ദാറ്റ് ഈസ് -1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യണം അല്ലെ? നമ്മൾ സെപ്പറേറ്റ് ചെയ്തത് ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യണം. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടൂവും ക്യാൻസൽ ആവും. ഇവിടെ റൂട്ട് ഓഫ് 10 കോസ് ഇൻവേഴ്സ് തീറ്റ 10 സൈൻ ഇൻവേഴ്സ്, നമുക്ക് അത് കട്ട് ചെയ്യാൻ പറ്റില്ല, 10 റൈസ് ടു ആണ്. ഇൻറ്റു ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോഗ് ടണ്ണും ക്യാൻസൽ ആക്കി, ഇതുകൂടെ ക്യാൻസൽ ആക്കി. അപ്പൊ ഇനി ബാക്കി എന്താ ഉള്ളത്? ഇത്രയും ബാക്കി സാധനങ്ങളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് dy/d(θ) ഡിവൈഡ് ബൈ dx/dθ ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോഴത്തേനും നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ എന്ത് ഫോമാറ്റിലാണ്? yx ആ ഫോമാറ്റിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ റൂട്ട് ഓഫ് 10 കോസ് ഇൻവേഴ്സ് തീറ്റ കിടക്കുന്നിടത്തെല്ലാം x എന്നും ആക്കി. പിന്നെ 10 കോസ് ഇൻവേഴ്സ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് സ്ക്വയർ അല്ലേ? ഇതിന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ എക്സ് സ്ക്വയർ എന്നും ആക്കാം. അതുപോലെ ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ റൂട്ട് ഓഫ് 10 കോസ് ഇൻവേഴ്സ് തീറ്റയ്ക്ക് പകരം എക്സ് എന്നും അതിന്റെ സ്ക്വയർ 10 റൈസ് ടു കോസ് ഇൻവേഴ്സ് തീറ്റയ്ക്ക് പകരം എക്സ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 1/റൂട്ട് ഓഫ് 10 സൈൻ ഇൻവേഴ്സ് തീറ്റയ്ക്ക് പകരം y എന്നും 10 റൈസ് ടു സൈൻ ഇൻവേഴ്സ് തീറ്റയ്ക്ക് പകരം y സ്ക്വയർ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? y സ്ക്വയർ ബൈ y ഡിവൈഡഡ് ബൈ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ്. വൈയും ക്യാൻസൽ ചെയ്ത് എക്സും ക്യാൻസൽ ചെയ്ത് മൈനസ് y ബൈ എക്സ് എന്ന് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ E. Going to the last question of this video. If y is equal to e raised to 3 log 2x plus 1, then dy by dx എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ y is equal to e raised to 3 log 2x plus 1. ഓക്കെ, so dy by dx of y ന്റെ സ്ഥാനത്ത് എന്താണ്? e raised to 3 log into 2x plus 1, that is e raised to x. e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to x തന്നെ, that is e raised to 3 log 2x plus 1. കഴിഞ്ഞോ? ഇല്ല, നമ്മൾ x ന്റെ ഡെറിവേറ്റീവ് എടുക്കണ്ടേ? അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് 3 log 2x plus 1 എന്ന് വരും. that is ഇത് അതേപടി എഴുതി ഡെറിവേറ്റീവ് ഓഫ് 3 log 2x plus 1, that is ഈ 3യെ കോമൺ എടുത്തു, കോൺസ്റ്റന്റ് എടുത്തു. ഇനി log 2x plus 1 log 2x plus 1 log x എന്ന് പറഞ്ഞാൽ 1/x, that is 1 divided by 2x plus 1. കഴിഞ്ഞോ? ഇല്ല, ഇവിടെ x ന്റെ സ്ഥാനത്ത് 2x plus 1. സോ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം, ദാറ്റ് ഈസ് e raised to 3 log 2x plus 1 into 3 divided by 2x plus 1. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 കോമൺ എടുത്തു, ബാക്കി 2 into 1 വരും, ഇത് 0 ആവും. 1ന്റെ d by dx of 1 എന്ന് പറഞ്ഞത് 0 ആവും. ഓക്കെ, സോ ഇത്രയും കിട്ടി. That is e raised to 3 log 2x plus 1, 3 into 2, 6 divided by 2x plus 1. That is 6 e raised to 3 log 2x plus 1 divided by 2x plus 1. That is option B. Yeah, option B. സോ ഡെറിവേറ്റീവും ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ ആകെ 2 ക്വസ്റ്റ്യൻസ് ഡെറിവേറ്റീവ് ഡിസ്കസ് ചെയ്ത്, ബാക്കി നമ്മൾ ലിമിറ്റ്സ് ഡിസ്കസ് ചെയ്തു, പ്രോബബിലിറ്റി ഡിസ്കസ് ചെയ്തു, ആൻഡ് നമ്മുടെ 3 ഡയമെൻഷണൽ ഇക്വേഷൻ്റെ സോൾവ് ചെയ്തു. ഓക്കെ, സോ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ക്ലിയർ ഫോർ യു ഓൾ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.